ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ അമ്മാവന്റെ ഗ്രാമത്തിൽ എനിക്ക് സംഭവിച്ച ഒരു സംഭവമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് ഞാൻ ഒരാഴ്ച താമസിക്കാൻ അവിടെ പോയി. രണ്ടാം ദിവസം രാത്രി ഏകദേശം 12 മണിയോടടുത്ത് ഞാൻ ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. ഒരു സ്ത്രീ വല്ലാതെ കരയുകയായിരുന്നു. ആരാ അവിടെ? ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ അന്ധകാരത്തിൽ ഒന്നും കാണാൻ പറ്റിയില്ല. ആ കരച്ചിൽ കൂടുതൽ അടുത്തുവന്നു. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ മുറിയുടെ വാതിൽ തുറന്നു. ഞാൻ നോക്കിയപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി നീണ്ടതായിരുന്നു, മുഖം കറുത്തിരുന്നു. എന്നാൽ ഏറ്റവും ഭയങ്കരം, അവൾക്ക് കാലുകൾ ഇല്ലായിരുന്നു. അവൾ വായുവിൽ പൊങ്ങി നിന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം വല്ലാതെ വിചിത്രമായിരുന്നു. ഞാൻ പേടിച്ച് തളർന്നു പോയി. കണ്ണടച്ച് സാമി, സാമി എന്ന് വിളിച്ചു. അവൾ എന്റെ നേരെ വന്നു. എനിക്ക് അവളുടെ തണുത്ത ശ്വാസം അനുഭവപ്പെട്ടു. എന്റെ ശരീരം നിശ്ചലമായി. പെട്ടെന്ന് കോഴി കൂകി. പുലർച്ചെ ആയി. ഞാൻ കണ്ണു തുറന്നപ്പോൾ ആരുമില്ല, പക്ഷേ എന്റെ കഴുത്തിൽ അപ്പോഴും തണുത്ത വിരലുകളുടെ പാട് ഉണ്ടായിരുന്നു. ഗ്രാമക്കാർ എന്നോട് പറഞ്ഞു, അത് 30 വർഷം മുൻപ് തന്റെ കുഞ്ഞിനൊപ്പം മരിച്ച ഒരു അമ്മയുടെ ആത്മാവാണെന്ന്. ഇപ്പോഴും അവൾ തന്റെ കുഞ്ഞിനെ തിരയുകയാണ്. അന്നുമുതൽ ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല.